ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ആക്നെ ക്യൂറിൻ്റെ എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നിൻ്റെ ഒരു ജേണി അല്ലെങ്കിൽ ആക്നേസ് ക്യൂറായ എൻ്റെ ഒരു ജേണിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് എനിക്ക് ആക്നേസ് ഇത്രയും വന്നത്, അത് വരാനുള്ള കാരണം, അത് കൂടാനുള്ള കാരണം, അത് എന്തൊക്കെ, പിന്നെ ഇത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആയി എന്നുള്ള സംഭവങ്ങളും എല്ലാം സ്റ്റോറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൻമെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചേഞ്ച് ആവാൻ എങ്ങനെ മാറി എന്നുള്ള രീതിക്കുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഐ മീൻ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്ട്സ് മാത്രമേ ഞാനതിൽ കാണിക്കുന്നുള്ളൂ. ഈ ഒരു വീഡിയോയിൽ മേ ബി കുറച്ച് ലോങ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പ്രൊഡക്ട്സ് ഞാനിവിടെ വെച്ച് കണ്ടിട്ട് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ടോണർ ഉണ്ട്, സെറോ ഉണ്ട്, പിന്നെ അവർ അപ്പോൾ ആ ഒരു സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ, പിന്നെന്താ അങ്ങനെ കുറച്ച് മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അതായത് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു വലിയൊരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ലാർജ് സൈസ് ട്രോളിയുടെ ഉള്ളിൽ ഫുള്ളും ഞാൻ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് സ്കിൻ കെയർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മൊത്തം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതായത് ഒരു സ്കിൻ കെയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫേസ് വാഷ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലില്ലാത്ത രണ്ട് സംഭവം കൂടി ഞാൻ പറയാം കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് ഇത് വരുന്നത്. 299 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, യൂസ്ഫുൾ. അത് കഴിഞ്ഞു, ഇതൊന്നുമില്ല, ഞാനത് കളയാതെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സാലിസിലിക് കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആക്നെ പ്രോൺ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ബോഡി വാഷ് ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു സാലിസിലിക് കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ കെമിസ്റ്റ് പ്ലേയുടെ സാലിസിലിക് ആസിഡ് ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് ആണ്. പ്രൊഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ബയോയിലെ ലിങ്കിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ വരുന്നത് ഇത് മിനിമലിസ്റ്റിന്റെ ഓട്ട് എക്സ്ട്രാക്ട് ഫേസ് വാഷ് ആണ് വരുന്നത്. ഒരു ക്ലെൻസിങ് ജെല്ല് പോലത്തെ ഒരു സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഒരു ഓട്ട് എക്സ്ട്രാക്ട് ജെൽ ക്ലെൻസർ ആണ് വിത്ത് ഹൈലറോണിക് ആസിഡ്, വിറ്റാമിൻ B5 ഒക്കെ കാണുന്നുണ്ട്. ഇത് ഫോർ സെൻസിറ്റീവ് സ്കിന്നിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സംടൈംസ് ചില ഓയിൻമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. ഈ ഓയിലി സ്കിന്നുകാർക്ക് സംടൈംസ് പീലിങ് ഡ്രൈ ഒക്കെ ആവുന്ന ടൈമിൽ ഞാൻ ഡ്രൈ ആവുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. മിനിമലിസ്റ്റിൻ്റെ ഓട്ട് എക്സ്ട്രാക്ട് 0.6% ഈ ഒരു ഫേസ് ക്ലെൻസറാണ് ഇത് വരുന്നത്. ഇത് എന്താ പറയുക, ഭയങ്കര സംഭവമുള്ള കാര്യങ്ങളൊന്നും വരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ സംടൈംസ്, ഇതിപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഞാൻ പറഞ്ഞ ആ ഒരു ട്രെറ്റിനോയ് എന്ന് പറഞ്ഞ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സംടൈംസ് നമ്മുടെ ഫേസ് ഡ്രൈ ആവുന്നുണ്ട്. ആ ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ചില സമയത്ത് നമ്മുടെ ഫേസ് ഡ്രൈ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. ദെൻ എൻ്റെ ഫേവറേറ്റ് ഇത് തീർന്നു. ഐ മീൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് 1 പറയുന്ന ഒരു സംഭവമാണ് മിനിമലിസ്റ്റിൽ തന്നെ. ഞാനത് ടാഗ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി, പിന്നെ ഒരെണ്ണം കഴിയുകയും ചെയ്തു. അപ്പോൾ അതും 299 റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം, റേറ്റ് കുറവിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ മിനിമലിസ്റ്റ് കണ്ടിരിക്കുന്നത്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, ഫേസ് ക്ലെൻസർ ആണ്. വെരി വെരി ബെസ്റ്റ് പ്രൊഡക്റ്റ് ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫേസ് വാഷിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അതാണ് ക്ലെൻസർ വരുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും ക്ലെൻസർ ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ടോണർ പറയാം. ഞാൻ ഈ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനാമൈഡ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും അത്യാവശ്യം എൻ്റെ കഴിയാറായി. ഇത് അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഐ മീൻ കുറച്ച് എന്താ പറയുക, നമ്മുടെ ആ ഒരു ബ്ലെമിഷ്നെസ്സിനോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ പോവാൻ കുറച്ചും കൂടി എനിക്ക് നല്ല ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് റേറ്റ് വരുന്നത് 420 രൂപയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റൻ ഒക്കെ ആക്കാൻ നല്ല അത്യാവശ്യം. അല്ലെങ്കിൽ ഈ റൈസ് വാട്ടർ നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റൻ ആക്കാൻ നല്ലതാണ്. അതായത്
അരിവെള്ളം, മറ്റേ റൈസ് വാട്ടർ എന്നൊക്കെ പറയും, കഞ്ഞിവെള്ളമൊക്കെ ശരിക്കും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ചോറൊക്കെ അരച്ച് ഫേസിലൊക്കെ തേക്കുന്നത് നല്ലൊരു, ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, നല്ലൊരു എന്താ പറയുക ഗ്ലോ കിട്ടാനും അല്ലെങ്കിൽ ടാൻ അല്ല ഒരു കുറച്ച് ബ്രൈറ്റൻ ആക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നത്തെ ഒരു ടോണർ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ഈ ഒരു ടോണറാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചൊരു എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ടോണറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യാറ്. കുറച്ചൊരു എക്സ്ഫോളിയേറ്റിംഗ് അല്ലെങ്കിൽ ഒരു അപ്ലൈ ചെയ്യാൻ സമയത്ത് ചെറുതായിട്ടൊരു ഇച്ചിങ് അല്ല വെച്ചെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ 2 ടോണേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ടോണറാണ് എൻ്റെ ഫേവറേറ്റ്, ടോപ്പ് 1 and 2, സെക്കൻഡ് 1. പിന്നെ ടോണർ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 സംഭവങ്ങളാണ്. സെറം നമുക്ക് യൂസ് ചെയ്യാം. സെറത്തിൽ ഞാൻ ടോപ്പ് 1 പറയുന്നത് ഈ ഡെർമാക്കോടെ സാലിസിലിക് ആസിഡ് സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 ആണ്. സംടൈംസ് ഓഫേഴ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ടോണർ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ മിനിമലിസ്റ്റിന് സാലിസിലിക് ആസിഡ് നല്ലതാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനില്ല, പക്ഷേ ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് മിനിമലിസ്റ്റ്, അങ്ങനത്തെ രീതിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സാലിസിലിക് ഇത് ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ ഫേസിലാക്കിയിട്ട് നമ്മൾ സെറം അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയല്ല ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ആക്കിയിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ശരിക്കും സെറം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വേറെ സെറം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സെറാണ് വരുന്നത്. വൈറ്റമിൻ സി സെറം എല്ലാവർക്കും ഒരുപോലെ പറ്റി എന്ന് വരില്ല. ഈ ഒരു സെറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് നമ്മൾ ഇന്ത്യൻസിൻ്റെ ഇതിപ്പോൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇത് ഫസ്റ്റ് ടൈമാണ് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സി ഗാർണിയറിൻ്റെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ എൻ്റെ ഒരു ചേച്ചി ഒരു കൊളീഗ് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. എന്തായാലും വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഫേസിന് എന്തോ ഒരു ഇതുപോലെ തോന്നും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതേപോലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെയിലത്തിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ് ഭയങ്കരമായിട്ട് സ്വെറ്റായിട്ട് ഇരുണ്ട് പോകുന്ന ഒരു ഇത് തോന്നാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലത് അത്രയും നമ്മൾ അങ്ങനെയുള്ള സ്വെറ്റ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആൾക്കാർ കാണുക ഈ സാലിസിലിക്കിനേക്കാളും നല്ലത് വൈറ്റമിൻ സി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്ര അങ്ങനെ ഒഴുകില്ല. അങ്ങനെയുള്ളൊരു ഇതിനുള്ള പറ്റിയിട്ടുള്ളതാണ് ഈ ഡീകൺസ്ട്രക്ടർ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഞാനിത് ഒരു അടിപൊളി ഇതിൻ്റെ ഇടയിൽ കാണിക്കേണ്ടതല്ല, എന്നാലും ഞാൻ പറയാം. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എനിക്ക് ആക്ച്വലി ഞാനത് യൂസ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് പിഗ്മെൻറ്റേഷൻ ഒന്നും വലിയ രീതിക്ക് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ഡ്രൈ ആൻഡ് ചാപ്ഡ് ലിപ്സ് ആണ്. അത് നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വീക്സ് ആവുന്നുണ്ട്. പക്ഷേ നല്ല രീതിക്ക് അതിൽ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിഗ്മെൻറ്റേഷൻ പോകാൻ ഒരുപാട് ആൾക്കാർ, അതേപോലെ തന്നെ വിഷ് കെയറിൻ്റെയും ലിപ് ബാം നല്ലതാണെന്ന് ഒരുപാട് ആൾക്കാർ റിവ്യൂ പറയുന്നത് കേട്ടു. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അപ്പർ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അധികം വിലയൊന്നുമില്ല തോന്നുന്നു. 199 299 സംതിങ് എത്രയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ റേറ്റ് കാണുന്നില്ല, ബട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. നല്ലൊരു അടിപൊളി ലിപ് ബാം ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ഏതാ? സൺസ്ക്രീൻസ് പറയാം. സൺസ്ക്രീൻസ് ഒരുപാടുണ്ട്. 1 2 3 4 5 6 സോറി, സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പേ നമ്മൾ കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് വരുന്നത്. ഇത് അത്യാവശ്യം എല്ലാ സ്കിന്നിലും ഓയിലി ആയിക്കോട്ടെ ഡ്രൈ ആയിക്കോട്ടെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് ഇത് വരുന്നത്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അതേപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ B3 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അത് നല്ല അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ ആക്കിയാൽ ഇപ്പോൾ ആ സംഭവം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ കളഞ്ഞു സംഭവം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ദെൻ നമുക്കിനി സൺസ്ക്രീനിലോട്ട് പോവാം. സൺസ്ക്രീനിൽ ഏറ്റവും ടോപ്പ് 1 ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ആക്നെ UV എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ. ഇത് കഴിഞ്ഞു. ഇത് ഞാൻ കുറേ കാലമായി യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നാശമായിരിക്കാം. ഇത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ കാരണം ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന് മാത്രം. പക്ഷേ ഇത് ഒരു 60 ഗ്രാമിന് തന്നെ
799 എത്ര റേറ്റ് എന്നറിയില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് 30 ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിൻ്റെ 60 ഉണ്ട്. 60 ആണെന്ന് വെച്ചെങ്കിൽ അതായത് SPF 60 ഉള്ളതുണ്ട്. അതാണ് നല്ല അടിപൊളി സംഭവം. ഒരു മാറ്റ് ഫിനിഷ് ആണ്, ഓയിലി ആവില്ല, നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് ഞാൻ മാറ്റിയതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എനിക്ക് മേക്കപ്പ്, അതായത് ഷൂട്ടിൻ്റെ സമയത്തൊന്നും ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് നമ്പർ 1 എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ആണിത്. ആക്നെ UV എന്ന് പറയുന്ന ഈ ഒരു ജെല്ല് വരുന്ന അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. എനിക്കെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിർത്തിയതെന്നല്ല, എനിക്കത് മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പ് ഫ്രണ്ട്ലി അല്ല ഈ ഒരു സംഭവം. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് ഒരു ഓയിൽനെസ്സും ആ ഒരു സംഭവമൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ദെൻ എൻ്റെ ടോപ്പ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിക്സ് ഡെർമയുടെ ഷാഡോ SPF 50 ജെല്ലാണ്. ഇത് മേക്കപ്പ് ഫ്രണ്ട്ലി ആണ്, എല്ലാം അടിപൊളിയാണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന, ഇതൊക്കെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അതൊക്കെ തീർന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെയാണ്. പക്ഷേ ഇതല്ല ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്യൂട്ടബിൾ ഫോർ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ എന്നൊക്കെ പറയുന്നത് നോൺ ഓയിലി ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 625 രൂപയാണ് വരുന്നത്. 75 ഗ്രാം ഉണ്ട്. നല്ല അടിപൊളിയാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ടോപ്പ് വൺ എന്ന് പറയുന്നത്. ഈ ആക്നെ മീൻസ് ഓയിൽ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ. എല്ലാം ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ നല്ലതെന്ന് ചോദിക്കരുത്. കാരണം കുറേ പേര് എന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് കുറച്ച് സൺസ്ക്രീൻസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്യാന്ന് പറയുമ്പോൾ കമൻറ്റ് വന്നിട്ട് ചോദിക്കാറുണ്ട് അതിലേതാ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് അങ്ങനത്തെ രീതിക്ക് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡീകൺസ്ട്രക്റ്റ് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു സൺസ്ക്രീനും അതേപോലത്തെ വൈറ്റമിൻ സിയും അതേപോലത്തെ ലിപ് ബാം ഒക്കെ ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് SPF 50+ ഉണ്ട്, 55+ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഓയിലി ആക്നെ പ്രോൺ നോക്കിയപ്പോൾ എനിക്ക് അതിൽ കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞൊരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക ഇതായിട്ട് തോന്നും, വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ കുറച്ച് ടൈം എടുക്കും വെച്ചാൽ ഓക്കെയാണ്, ടൈമല്ല എന്നാലും ഒരു മാറ്റ് ഫിനിഷ് സംഭവങ്ങളൊക്കെ നമുക്ക് തരും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൈപ്പാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിൻ്റെ സൺസ്ക്രീനാണ്. ഡോക്ടർ ഷെയ്ത്തിൻ്റെ സൺസ്ക്രീൻ ഞാൻ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ബാക്കിയുള്ളതാണ്. 2 ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഹൽദി ഹൈലറോണിക് സൺസ്ക്രീനാണ്. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. ഹൽദി ഹൈലറോണിക് ആസിഡ്, അതായത് ഒരു ജെൽ ടൈപ്പായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഇത് വിചാരിച്ച കുറച്ച് പ്രശ്നമുള്ള ടൈപ്പാണ്, ചിലപ്പോൾ എന്തെങ്കിലും ലൈക്ക് എന്താ പറയുക ക്രീം ടൈപ്പ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സൺസ്ക്രീനാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻസ് വരുന്നത്. പിന്നെ വരുന്നത് സെൻഡല നിയാസനാമൈഡ് സൺസ്ക്രീനാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഫ്രണ്ട്ലി അല്ല. മേക്കപ്പ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു തരി പോലെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഞാൻ മേക്കപ്പ് ഫ്രണ്ട്ലിയും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊരു ബയോഡെർമയുടെ ഫോട്ടോഡെം സൺസ്ക്രീനാണ് വരുന്നത്. ഇത് ഫോർ സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സംടൈംസ് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഓയിലി സ്കിന്നിന് മാത്രമുള്ളതല്ല, ഡ്രൈ ആവുന്ന ടൈമിലാണ് ഞാനത് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ സ്കിന്ന് സംടൈംസ് ഡ്രൈ ആവുമല്ലോ, ആ ഡ്രൈ ആവുന്ന ടൈമിലാണ് ഞാൻ ഈ പറയുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ എന്തെങ്കിലും ഓയിൻമെൻ്റ് ഒക്കെ തേച്ചിട്ട് പീലിംഗ് എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം സ്കിന്ന് വല്ലപ്പോഴും ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടേൻ്റെ കണ്ടോ, ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഉള്ളതായ കാരണം ഇത് കുറച്ച് ഓയിലി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കേഷനിലൊക്കെ എനിക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോ ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. കണ്ടോ, ഈ സൺസ്ക്രീനിൻ്റെയാണ് ഇപ്പോൾ ഈ ഒരു ഗ്ലോ നിങ്ങൾ കാണുന്നത്, ഓയിലും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ട്രെറ്റനോയിൻ ഓയിൻമെൻറ്റ് ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പീല് കാണുന്നുണ്ടോ എന്നറിയില്ല. അതെ കണ്ടോ, പീലുണ്ട്. ആ പീലിംഗ് ഉള്ള കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡിയിൽ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ബോഡി അധികം ശ്രദ്ധിക്കാറില്ല. വിഷ് കെയറിൻ്റെ ഒരുപാട് എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. വിഷ് കെയറിൻ്റെ ഞാൻ കുറേ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ്. SPF 50+ ഉണ്ട്. വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ വരുന്നുണ്ട്. വിഷ് കെയറിൻ്റെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യുന്ന ഇൻവിസിബിൾ സൺസ്ക്രീൻ എന്തൊക്കെയുണ്ട്, അത് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല.
പിന്നെ ഒരു ഒരു സംഭവം പറയാനുള്ളത് ഈ കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ സാലിസിലിക് ആസിഡ് ഞാൻ പറഞ്ഞല്ലോ ബോഡി വാഷാണ്. ഇത് നമ്മുടെ ചിലർക്ക് ഇങ്ങനെ വാക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ കയ്യിൽ കുരുക്കൾ വരാറുണ്ട്. അതേപോലെ ചിലർക്ക് ബാക്കിലൊക്കെ പുറത്തുണ്ടല്ലോ ഇവിടെ ഈ ഒരു പോർഷനിലൊക്കെ കുരു വരാറുണ്ട്. പിന്നെ അത്യാവശ്യം ബോഡി ആക്നെ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡി വാഷാണത്. അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാതിരിക്കും മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ ആക്നെയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻസോയിൽ പെറോക്സൈഡ് ഉള്ള ബോഡി വാഷൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ആൻഡ് ഫൈനലി സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഞാനിനി പറയാൻ പോകുന്നത്. കെമിക്കൽ പീല് ഒരു ചെയ്യാറുള്ള ആൾക്ക് അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ വൺസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറയുന്നത്. ഇത് ഡെർമാക്കോൻ്റെ തന്നെ ഒരു AHA/BHA ഫേസ് പീലിംഗ് സൊല്യൂഷനാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതിൻ്റെ റേറ്റ് 599 rupees വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് 10 minutes കൂടുതൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഇത് 2-3 ഡ്രോപ്സ് ആക്കിയിട്ട് അത്യാവശ്യം ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 minutes നിങ്ങൾ ടൈം നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊള്ളിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു ഗ്ലോ കിട്ടാൻ അത്യാവശ്യം നല്ലതായിട്ട് വീക്ക്ലി വൺസ് ആണ് ഞാനത് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. പിന്നെ ട്രെറ്റിനോയ് ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, പീലിംഗ് ഒക്കെ ഉള്ള ആൾക്കാർ, സംഭവങ്ങൾ അല്ലെങ്കിൽ ആക്നേസ് അതായത് ആക്നേസ് ഒക്കെ പൊട്ടി നിൽക്കുന്ന ആൾക്കാരൊന്നും ഇത് യൂസ് ചെയ്യരുത്. പൊള്ളിപ്പോവും, ബേണിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യരുത്. പിന്നെ ഇത് പിൽഗ്രിമിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 542 പക്ഷേ ഓഫറിൽ ഞാനത് 299 രൂപയ്ക്ക് എങ്ങാണ് ഞാൻ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലൊക്കെ ടാൻ വരുള്ളൂ. അപ്പോൾ കുറച്ചെടുത്തിട്ട് കയ്യിലൊക്കെ ഒരു 10 minutes വെച്ചിട്ട് ടാൻ കളയാറുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു SPF ഉള്ള ഒരു സൺസ്ക്രീൻ അല്ല, ഫൗണ്ടേഷനാണ്. SPF 22 ഒക്കെ ഉള്ളൂ, എങ്കിലും അത്യാവശ്യം ഓയിൽ കൺട്രോളൊക്കെ അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷൊക്കെ കിട്ടാനുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത് വരുന്നത്. കാരണം നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന ഫൗണ്ടേഷനും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. റേറ്റ് വരുന്നത് 649. സംടൈംസ് ഓഫറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി. എൻ്റെ എൻ്റെ ഈ ഒരു സ്കിന്നിന് പറ്റുന്ന ഷെയ്ഡ് 310 കേട്ടോ. കറക്റ്റ് എൻ്റെ ഷെയ്ഡാണ് 310 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ കളറും സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോതില്ല. വേറെ എന്താ പറയുക ഫിൽറ്ററോ കാര്യങ്ങളൊന്നുമില്ല, മേക്കപ്പോ സംഭവങ്ങൾ വേറെ ഇട്ടില്ല, സൺസ്ക്രീൻ അല്ലാതെ. ഈ ഒരു ഷെയ്ഡുള്ള ആൾക്കാർക്ക് 310 നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഇത് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഈ സൈഡിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത സംഭവമുണ്ടോ ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് വാങ്ങിക്കുകയല്ല. എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് വാങ്ങിക്കൂ. കാരണം ഞാൻ മുമ്പ് ട്രെറ്റിനോയിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിക്കരുത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കരുത് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം വേറെ അല്ല, ഞാനൊന്നും നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിക്കല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെർമറ്റോളജിസ്റ്റ് അല്ല, വലിയ ബ്യൂട്ടി വ്ളോഗറും ഒന്നുമല്ല. പക്ഷേ അതിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനതിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പണിയാണ് ഞാനതിൽ പറഞ്ഞത്. ബേൺ ആയിപ്പോയതും അതെങ്ങനെയാണ് കറക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ്. എൻ്റെ ആക്നെ മാറിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ആരെക്കൊണ്ടും ഞാൻ നിർബന്ധിച്ച് വാങ്ങിക്കുകയല്ല. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിൽ വാങ്ങിക്കുക. ഞാനിതൊന്നും സ്പോൺസേർഡ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഒരു പ്രൊമോഷനൊന്നും അല്ല. എനിക്കറിയാം ആക്നെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങളാരും വിഷമിക്കേണ്ട. കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആക്നേസ് ഒക്കെ പോവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.